ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൻ. പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ പലതിനെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങിയ കാലഘട്ടം. അന്നവൻ്റെ മുന്നിലേക്ക് അനേകം ചോദ്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. ഇടിമിന്നൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? കാറ്റും മഴയും പേമാരിയും പെയ്യുന്നത് എങ്ങനെ? രാവും പകലും നദിയും പുഴയും ഭൂമി കുലുക്കങ്ങളും ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ശാസ്ത്രപരമായി യാതൊരു അറിവുമില്ലാതിരുന്ന ആ മനുഷ്യൻ ഇതിൻ്റെ എല്ലാം പുറകിൽ ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ പ്രവർത്തനങ്ങളാണെന്ന് വിശ്വസിക്കുവാനായി ആരംഭിച്ചു. പിന്നീട് വന്ന തലമുറകളും അവർക്ക് ഉത്തരം ലഭിക്കാതിരുന്ന ചോദ്യങ്ങൾക്കെല്ലാം പുറകിൽ ഈ ഒരു അദൃശ്യ ശക്തിയുടെ പ്രവർത്തനങ്ങളാണെന്ന് അവരും വിശ്വസിക്കുവാനായി ആരംഭിച്ചു. ഈ ഒരു അദൃശ്യ ശക്തിനെയാണ് മനുഷ്യൻ ആദ്യമായി ദൈവം എന്ന് വിളിക്കുന്നത്. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ഗ്രീസിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. അമാവാസിയും പൗർണമിയും ഉണ്ടാക്കുന്നത് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ദൈവം തന്റെ ദേഷ്യവും സന്തോഷവുമെല്ലാം പ്രകടിപ്പിക്കുന്നതാണ് എന്ന തരത്തിൽ. ഇതിനെ തുടർന്ന് ആ കാലഘട്ടത്തിലെ മനുഷ്യർ കറുത്തിരണ്ട അമാവാസി ദിനങ്ങളെ വല്ലാതെ ഭയപ്പെടുകയും വിച്ചുകളുടെയും ഡാർക്ക് മാജിക്കുകളുടെയും ശക്തി വർദ്ധിക്കുന്ന ദിനങ്ങളായി അതിനെ കണക്കാക്കുകയും ചെയ്തിരുന്നു. BC 3000 ജീവിച്ചിരുന്ന ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞനായ അരിസ്റ്റാർക്കോ സാമോസ് എക്ലിപ്സുകളെ വളരെ വിശകലനം ചെയ്യുകയും ഓരോ ദിവസവും തനിക്ക് കാണുവാൻ സാധിക്കുന്ന ചന്ദ്രനെ വിശദമായ പഠനങ്ങൾ നടത്തുകയും അദ്ദേഹം ഒരു ഉത്തരത്തിലേക്ക് എത്തുകയും ചെയ്തു. സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും സ്ഥാനമാറ്റങ്ങളാണ് അമാവാസിക്കും പൗർണമിക്കും കാരണമായി മാറുന്നത്. മാത്രമല്ല, അന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു ചിന്ത, കറുത്തിരണ്ട ആകാശത്ത് കാണപ്പെടുന്ന നക്ഷത്രങ്ങൾ യഥാർത്ഥത്തിൽ സ്വർഗമാണ് എന്നൊരു കൂട്ടർ വിശ്വസിച്ചിരുന്നു. എന്നാൽ അരിസ്റ്റാർക്കസ് പറയുന്നു, ഈ കാണുന്ന നക്ഷത്രങ്ങളൊന്നും സ്വർഗമല്ല, നമ്മുടെ സൂര്യനെ പോലെയുള്ള വളരെ വിദൂരതയിൽ കാണപ്പെടുന്ന മറ്റു ചില നക്ഷത്രങ്ങൾ മാത്രമാണവ. അവ വിദൂരതയിലായതിനാൽ നമുക്കവയെ തിളക്കമുള്ളതും ചെറുതായും കാണപ്പെടുന്നു എന്ന് മാത്രമാണെന്ന് അദ്ദേഹം തെളിയിച്ചു വെക്കുന്നു. നമ്മുടെ പ്രപഞ്ചം മാറ്റാനാവാത്ത ചില നിയമങ്ങൾക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ചെറിയ ആറ്റങ്ങൾ മുതൽ വലിയ ഗാലക്സികൾ വരെ നിയന്ത്രിച്ചു പോകുന്നത് ചില അടിസ്ഥാന സിദ്ധാന്തങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ്. ഈ നിയമങ്ങളെ കണ്ടെത്താനും അവയെ മനസ്സിലാക്കുവാനുമുള്ള കഴിവാണ് മനുഷ്യൻ നേടിയ മഹത്തായ നേട്ടങ്ങളിലൊന്ന്. നമ്മുടെ മുൻഗാമികൾ നടത്തിയിട്ടുള്ള നിരീക്ഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും ഫലമായി ഈ യൂണിവേഴ്സൽ ലോകളെ നമ്മൾ ഒന്നൊന്നായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ നിയമങ്ങൾ നമ്മുടെ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് മനസ്സിലാക്കുവാനായി നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നിവയെക്കുറിച്ചും ഒരു പരിധിവരെ പ്രെഡിക്റ്റ് ചെയ്യാനായി ഇവ സഹായിക്കുന്നു. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ മുതൽ ക്വാണ്ടം മെക്കാനിക്സിൽ ഒളിഞ്ഞുകിടക്കുന്ന നിഗൂഢതകൾ വരെ നമ്മൾ മനസ്സിലാക്കും തോറും നമ്മൾ ഈ പ്രപഞ്ചത്തെ കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, നമ്മുടെ ഭൂമിയിൽ നമ്മളൊരു കല്ലെടുത്ത് മുന്നോട്ട് എറിയുകയാണ്. ഭൂമിയിൽ എവിടെയായാലും ആ കല്ല് കുറച്ചു ദൂരം മുന്നോട്ട് പോയി അത് താഴേക്ക് പതിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും ആ കല്ല് പോയ വഴിയെ യൂട്ടേൺ അടിച്ചു വന്ന് നമ്മുടെ കൈകളിൽ ഇരിക്കില്ല. അങ്ങനെ നമ്മുടെ കൈകളിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അതൊരു ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്ന്. ഇങ്ങനെ നമ്മുടെ പ്രപഞ്ചത്തിൽ ഓരോ കാര്യത്തിലും ഓരോ അടിസ്ഥാന നിയമങ്ങളുണ്ട്. ഒരു ആറ്റത്തിന്റെ കണിക മുതൽ ഓരോ ഗാലക്സികൾ വരെ പ്രവർത്തിക്കുന്നത് ഈ അടിസ്ഥാന നിയമങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള എന്തിനേയും വിവരിക്കുവാനായി സയൻസ് ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. ഇനി സാധിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് പുറകെ വരുന്ന തലമുറ ആ മിസ്റ്ററികളെല്ലാം സോൾവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്സ് ചോദിക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ള എന്തിനേയും വിവരിക്കാൻ സയൻസ് പര്യാപ്തമാണെങ്കിൽ പിന്നെ എന്തിന് അവിടെ ദൈവം എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയുടെ ആവശ്യം വരുന്നു? നമ്മുടെ പ്രപഞ്ചം രൂപം കൊള്ളുവാനായി നമുക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്നാമതായി മാറ്റർ, രണ്ടാമതായിട്ട് എനർജി, മൂന്നാമതായി സ്പേസ്. പൊടി പടലങ്ങളുടെയും പാറ കഷ്ണങ്ങളുടെയും പ്ലാനറ്റുകളുടെയും എല്ലാം രൂപത്തിൽ മാറ്റർ നമുക്ക് ചുറ്റുമുണ്ട്. ഇനി രണ്ടാമതായി വേണ്ടതാണ് എനർജി. നമ്മുടെ സൂര്യനും നക്ഷത്രങ്ങളും പോലുള്ള മറ്റ് എനർജി സോഴ്സുകളുമായി നമുക്ക് വേണ്ട രീതിയിലുള്ള എനർജി ലഭ്യമാണ്. മൂന്നാമതായിട്ട് വേണ്ടതാണ് നമ്മുടെ സ്പേസ്. നമ്മുടെ സോഴ്സും എനർജിയും എല്ലാം കാണപ്പെടുന്നത് നമ്മുടെ സ്പേസിൽ തന്നെയാണ്. അത് നമുക്ക് വേണ്ടതിലും കൂടുതൽ സ്പേസ് നമുക്ക് അവൈലബിളുമാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം വരും, ഇവ രൂപം കൊണ്ടത് എങ്ങനെ? ആൽബർട്ട് ഐൻസ്റ്റീന്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി E=mc² പ്രകാരം എനർജിയും മാറ്ററും സെപ്പറേറ്റ് അല്ല. അപ്പോൾ അതിൽ നിന്നും എനർജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാറ്റർ ഉപയോഗിച്ചുകൊണ്ട് എനർജിയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമതാണ് സ്പേസ്. സ്പേസ് രൂപം കൊള്ളുന്നത് ബിഗ് ബാങ് തിയറി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബിഗ് ബാങ്ങിന് ശേഷം നമ്മുടെ പ്രപഞ്ചത്തിന് വലിയ രീതിയിലൊരു സ്ട്രെച്ചിങ് നടന്നു. ഈ ഒരു സ്ട്രെച്ചിനെ തുടർന്നാണ് സ്പേസ് രൂപം കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം വരും, ബിഗ് ബാങ്ങിന് മുൻപ് എന്തായിരുന്നു? ബിഗ് ബാങ്ങിന് മുൻപ് പോസിറ്റീവ് എനർജിയായ മാറ്ററും നെഗറ്റീവ് എനർജിയായ ഡാർക്ക് മാറ്ററും ഒന്നു ചേർന്നായിരുന്നത്.
അതായത് +1 -1 എന്ന് പറഞ്ഞാൽ 0 ആണ് നമുക്ക് ഉത്തരം വരിക. അതായത് ബിഗ് ബാങ്ങിന് മുമ്പ് നത്തിങ്, ഒന്നുമില്ലായിരുന്നു എന്ന് നമുക്ക് പറയാം. ബിഗ് ബാങ്ങിനെ തുടർന്ന് പോസിറ്റീവ് എനർജി ആറ്റമായിട്ടും പ്ലാനറ്റുകളായിട്ടും സ്റ്റാർസുകളായിട്ടും ഗാലക്സികളായിട്ടും രൂപം കൊള്ളുകയും നെഗറ്റീവ് എനർജി ഡാർക്ക് മാറ്ററായിട്ട് പര്യവസാനിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ അടുത്ത ചോദ്യം വരും, ആരാണ് ഇത് ട്രിഗർ ചെയ്തത്? ക്വാണ്ടം ലോസ് അനുസരിച്ച് പാർട്ടിക്കിൾസിന് സ്പോണ്ടേനിയസ്ലി അപ്പിയർ ചെയ്യാനും ഡിസപ്പിയർ ചെയ്യാനുമായി സാധിക്കും. അങ്ങനെ ഇതിനെ പിന്തുടർന്ന് പോവുകയാണെങ്കിൽ നമുക്ക് അനേകം ചോദ്യങ്ങളിലേക്ക് എത്തുവാനായി സാധിക്കും. നമ്മൾ ആദ്യമായി യഥാർത്ഥത്തിൽ തുടങ്ങിയത് എവിടെയാണ്? 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആദ്യമായി ഉന്നയിച്ചൊരു ചോദ്യം, അതായത് കാറ്റും കോളും ഇടിമിന്നലും പ്രളയവും ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെ? അവിടെ നിന്ന് നമ്മൾ ആരംഭിച്ച് നമ്മുടെ ചോദ്യം വന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ബിഗ് ബാങ് ഉണ്ടായത് എങ്ങനെയെന്നാണ്. നമുക്കിതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായി ഇന്ന് നമ്മുടെ തലമുറ എടുത്തിടുന്നത് ദൈവമെന്നാണ്. മിസ്റ്ററീസ്. ആഫ്രിക്കയിൽ ജന്മമെടുത്ത ആദ്യം മനുഷ്യന്റെ യാത്രകൾ ആരംഭിച്ച അന്നു മുതൽ അവന്റെ മുൻപിലേക്ക് അനേകം നിഗൂഢതകൾ വന്ന് എത്തിച്ചേർന്നു. അങ്ങനെ കാലാകാലങ്ങളായി മനുഷ്യന്റെ മുൻപിലേക്ക് വന്ന ഒരു നിഗൂഢതകളും പിന്തുടർന്ന് ചെന്നു കഴിഞ്ഞാൽ അവസാനം നമ്മൾ എത്തിച്ചേരുക എന്താണ് നമ്മുടെ ഈ പ്രപഞ്ചം എന്ന ചോദ്യത്തിലാണ്. നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്ന സമയം നമുക്ക് നമ്മുടെ ഭൂമി വളരെ ഭീമാകാരമായി തോന്നുമെങ്കിലും മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ ആധുനിക ടെലിസ്കോപ്പുകൾ വെച്ച് നമ്മൾ നമ്മുടെ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന സമയം നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഭാഗത്തെയാണ് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒബ്സർവബിൾ യൂണിവേഴ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമിയുടെ വലിപ്പം ഒരു ആറ്റത്തിന്റെ കണികയേക്കാൾ വളരെ ചെറുതാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ബഹിരാകാശഗോളം നമ്മുടെ ചന്ദ്രനാണ്. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ അത്രയും വലുപ്പമുണ്ടായിരുന്ന സൂര്യനെ വലം വെച്ചുകൊണ്ടിരുന്ന തിയ എന്ന ഗ്രഹവുമായി ഭൂമിക്ക് നടന്ന കൂട്ടിയിടിയെ തുടർന്നിട്ടാണ് ചന്ദ്രൻ ജന്മമെടുക്കുന്നത്. മനുഷ്യകുലൻ രൂപം കൊണ്ട് കഴിഞ്ഞ 7 മില്യൺ വർഷങ്ങൾക്കിടയിൽ മനുഷ്യന് കാലുകുത്താൻ സാധിച്ച ഏക ബഹിരാകാശ ഗോളവും നമ്മുടെ ചന്ദ്രൻ മാത്രമാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 3,84,400 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രനിൽ എത്തിച്ചേരുവാനായി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ തുടർച്ചയായ 3 ദിവസം മനുഷ്യൻ സഞ്ചരിക്കേണ്ടതായുണ്ട്. ഒരിക്കൽ ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ പിന്നീട് കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹിച്ചത് ചൊവ്വയിലെ ജീവന്റെ തുടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു. ആ യാത്രകളൊന്നും വെറുതെ ആയിരുന്നില്ല. ഏകദേശം 3 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് വരെ ഭൂമിയെപ്പോലെ കാറ്റും മഴയും പുഴയും നദിയും ഇടിയും ഇടിമിന്നലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രഹത്തിന്റെ മറ്റു വരണ്ട നദികളിൽ എവിടെയെങ്കിലും ജീവന്റെ തുടുപ്പ് കാണപ്പെടാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ മനുഷ്യൻ യാത്ര ആരംഭിച്ചത് 1964 നവംബർ 28 പുറപ്പെട്ട മറൈനർ 4 മിഷനിലൂടെയാണ്. അതിനുശേഷം വൈക്കിങ്ങും പാത്ത് ഫൈൻഡറും ക്യൂരിയോസിറ്റിയും ISRO വിക്ഷേപിച്ച മംഗൾയാൻ ദൗത്യവുമെല്ലാം ചൊവ്വയിൽ എത്തിച്ചേർന്നുവെങ്കിലും നമുക്കവിടെ ജീവന്റെ തുടുപ്പ് കണ്ടെത്തുവാനായി ഇന്നും സാധിച്ചിട്ടില്ല. നമ്മുടെ ഈ കൊച്ചു ഭൂമിയിൽ നിന്നും ഏകദേശം 22 മുതൽ 40 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയിലേക്ക് നമ്മൾ ഇന്നൊരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ ഏകദേശം 6 മുതൽ 9 മാസം വരെ തുടർച്ചയായി യാത്രയ്ക്ക് ശേഷം നമുക്ക് അവിടെ എത്തിച്ചേരുവാനായി സാധിക്കും. വരും നാളുകളിൽ ഇലോൺ മസ്കിന്റെ സ്പേസസ് മാസ് പ്രോഗ്രാമിന് കീഴിൽ ചൊവ്വയിൽ മനുഷ്യകുലം ഒരുപക്ഷെ കോളനികൾ സ്ഥാപിക്കുന്നതും വരും നാളുകളിൽ നമുക്ക് കാണുവാനായി സാധിച്ചെന്ന് വരാം. ചൊവ്വയും കടന്ന് പിന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത പേടകമായ വോയേജറിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായി സാധിക്കും. ഭൂമിയിൽ നിന്നും സൂര്യനേക്കുള്ള അകലത്തെയാണ് നമ്മൾ ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ വോയേജർ ഇന്ന് അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ ദൂരത്തിൻ്റെ ഏകദേശം 166.4 മടങ്ങ് അകലെ കൂടിയാണ്. 1977 സെപ്റ്റംബർ 5 പുറപ്പെട്ട ഈ ഒരു അത്ഭുത സൃഷ്ടി അതിൻ്റെ യാത്രയ്ക്കിടയിൽ പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് ഭൂമിയുടെ അതിമനോഹരമായൊരു ചിത്രം പകർത്തിയിട്ടുണ്ട്. കറുത്തിരിക്കുന്ന ആകാശത്തിൽ ഒരു ഹോട്ട് ഡയമണ്ടിനെ പോലെ നമുക്കതിൽ നമ്മുടെ ഭൂമിയെ കാണുവാനായി സാധിക്കും. പിന്നെയും നമ്മൾ നമ്മുടെ യാത്ര മുന്നോട്ട് തുടരുകയാണെങ്കിൽ പ്ലൂട്ടോയും കഴിഞ്ഞ് ഐസി ബോഡികളാൽ നിർമ്മിതമായ വുഡ് ക്ലൗഡുകളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായി സാധിക്കും. ഈ ഒരു വുഡ് ക്ലൗഡുകൾ കടന്ന് പുറത്തു വരണമെങ്കിൽ മാത്രം മനുഷ്യകുലം 1.87 പ്രകാശവർഷം സഞ്ചരിക്കേണ്ടതായി വരും. ഒരു പ്രകാശവർഷം എന്നാൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ എന്ന വേഗത്തിൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. ഒരിക്കൽ വുഡ് ക്ലൗഡുകൾ കഴിഞ്ഞ് പുറത്തു വന്നാൽ പിന്നെ നമുക്ക് കാണുവാൻ സാധിക്കുക
നമ്മുടെ സൂര്യനെ പോലെയുള്ള അനേകം നക്ഷത്രങ്ങളും അതിനെ ചുറ്റുന്ന കോടിക്കണക്കിന് ഗ്രഹങ്ങളുമാണ്. അതിൽ പലതിലും ജീവനുള്ള അനേകം ജീവജാലങ്ങളും ഒരുപക്ഷെ കാണപ്പെടുന്നുണ്ടായിരിക്കാം. നമ്മൾ അവയെ ഇതുവരെ നമ്മുടെ പരിമിതികൾ കാരണം കണ്ടെത്തിയില്ല എങ്കിൽ അതിനർത്ഥം ഈ പ്രപഞ്ചത്തിൽ ജീവന്റെ തുടിപ്പുള്ള ഒരേ ഒരു ഗ്രഹം നമ്മുടെ ഭൂമി മാത്രമാണ് എന്നതല്ല. പിന്നെയും നമ്മൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണെങ്കിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന നക്ഷത്രമായ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായി സാധിക്കും. ആൽഫ സെഞ്ചുറി സ്റ്റാർ സിസ്റ്റത്തിൽ അംഗങ്ങളിൽ ഒന്നായ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് എത്തിച്ചേരുവാനായി പ്രകാശ വേഗതയിൽ 4.24 വർഷത്തോളം നമുക്ക് സഞ്ചരിക്കേണ്ടതായി വരും. നമ്മുടെ ഈ യാത്ര ഇതും കടന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ പതിയെ പതിയെ നമുക്ക് നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയുടെ പുറത്തെത്തുവാനും സാധിക്കും. എന്നാൽ ആ യാത്ര അത്ര എളുപ്പമുള്ളതായിരിക്കുകയില്ല. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഡയമീറ്റർ മാത്രം ഏകദേശം 1,00,000-ഓളം പ്രകാശവർഷങ്ങളാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ റേഡിയസ് എന്ന് പറയുന്നത് 50,000 പ്രകാശവർഷത്തോളം വലിപ്പം വരും. നമ്മുടെ സൂര്യൻ ഉൾപ്പെടുന്ന സോളാർ സിസ്റ്റം കാണപ്പെടുന്നത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്നും ഏകദേശം 27,000 പ്രകാശവർഷങ്ങൾക്ക് ഇപ്പുറമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ കടക്കുവാനായി മാത്രം മനുഷ്യൻ പ്രകാശ വേഗതയിൽ 23,000 വർഷങ്ങൾ സഞ്ചരിക്കേണ്ടതായി വരും. ഏകദേശം 400 ബില്യൺ നക്ഷത്രങ്ങളും അവയെ ചുറ്റുന്ന കോടിക്കണക്കിന് ഗ്രഹങ്ങളും കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര പിന്നെ നമ്മൾ മുന്നോട്ട് തുടരുകയാണെങ്കിൽ നമ്മുടെ മിൽക്കി വേനെ പോലുള്ള 54 ഗാലക്സികൾ ഉൾപ്പെടുന്ന ലോക്കൽ ഗ്രൂപ്പ് കാണുവാനായി നമുക്ക് സാധിക്കും. നമ്മുടെ ഈ അനന്തമായ യാത്രയിൽ നമ്മുടെ ലോക്കൽ ഗ്രൂപ്പ് കടന്ന് പുറത്തു വരുവാനായി മാത്രം പ്രകാശ വേഗതയിൽ 1,00,00,000 വർഷങ്ങളോളം നമ്മൾ തുടർച്ചയായി സഞ്ചരിക്കേണ്ടതായുണ്ട്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണെങ്കിൽ വിർഗോ സൂപ്പർ ക്ലസ്റ്ററിൽ എത്തിച്ചേരുകയും ഏകദേശം 2000-ഓളം ഗാലക്സികളെ നമുക്കവിടെ കാണുവാനും സാധിക്കും. അതും താണ്ടി നമ്മൾ പുറത്തു വരുവാനായി പിന്നെയും നമ്മൾ പ്രകാശ വേഗതയിൽ 53 മില്യൺ വർഷങ്ങൾ സഞ്ചരിക്കേണ്ടതായുണ്ട്. അങ്ങനെ വിർഗോ സൂപ്പർ ക്ലസ്റ്ററിന് പുറത്തു വരുന്ന നമ്മൾ ലിനേക്ക സൂപ്പർ ക്ലസ്റ്ററിൽ എത്തിച്ചേരുകയും അവിടെ ഏകദേശം 1,00,000-ഓളം ഗാലക്സികളും നമുക്ക് കാണുവാനായി സാധിക്കും. അങ്ങനെയുള്ള ലിനേക്ക സൂപ്പർ ക്ലസ്റ്റർ നമ്മൾ താണ്ടുവാനായി പ്രകാശ വേഗതയിൽ ഏകദേശം 520 മില്യൺ വർഷങ്ങൾ വീണ്ടും നമ്മൾ സഞ്ചരിക്കേണ്ടതായുണ്ട്. നമ്മൾ നമ്മുടെ യാത്രയിൽ ഓരോന്നും കടന്ന് മുന്നോട്ട് പോകും തോറും അതിനു മുൻപ് നമ്മൾ വിവരിച്ചതെല്ലാം ഓരോ മണൽത്തരിയെ പോലെ ചെറുതായി വരുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്ന് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ എഡ്ജിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായി സാധിക്കും. എന്തുകൊണ്ടാണ് ഇതിനെ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നതെന്നാൽ നമ്മുടെ ടെലിസ്കോപ്പും ആധുനിക സാങ്കേതിക വിദ്യയിലെ ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വസ്തുക്കളെ നിരീക്ഷിക്കുന്ന സമയം വിദൂരതയിലുള്ള ഗാലക്സികളിൽ നിന്നുള്ള പ്രകാശങ്ങൾ എത്തുന്ന സമയത്താണ് നമുക്കവയെ മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. എന്നാൽ ഒബ്സർവബിൾ യൂണിവേഴ്സിന് പുറത്തുള്ള ഗാലക്സികളിൽ നിന്നും ഒന്നുമുള്ള പ്രകാശം നമ്മുടെ അവിടെ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. ഇനി ഒരിക്കലും അത് എത്തിച്ചേരുകയുമില്ല. അതിന് കാരണം നമ്മുടെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകാശത്തിന് സഞ്ചരിക്കാൻ സാധിക്കുന്നതിലും അനേകം വേഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ പ്രകാശ കിരണങ്ങളൊന്നും ഒരു കാലത്തും നമ്മുടെ ഇവിടെ എത്തിച്ചേരുകയില്ല. അങ്ങനെയുള്ള ഈ ഒരു ഒബ്സർവബിൾ യൂണിവേഴ്സിന് പുറത്ത് എന്താണെന്നുള്ളത് നമുക്ക് തിയററ്റിക്കൽ മോഡലുകൾ വെച്ചുകൊണ്ട് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുവാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എത്ര ചെറുതാണ് എന്നുള്ളത്. നമ്മുടെ അറിവുകളും അതനുസരിച്ച് ചെറുതാണ്. ഈ അറിവുകളെല്ലാം കഴിഞ്ഞ് നമുക്ക് കാലം കുറേയും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സയൻസും റിസർച്ചിൻ്റെ എല്ലാം ഫലമായി പിന്നെയും നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുവാനായി സാധിക്കുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൽ. ബഹിരാകാശം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായി തന്നെ മനസ്സിലേക്ക് വരുന്നത് നക്ഷത്രങ്ങളും ആകാശഗംഗകളും നെബുലാർ ക്ലൗഡുകളും ഭൂമി പോലുള്ള വലിയ ഗോളങ്ങളും എല്ലാം നിറഞ്ഞ അതിർവരമ്പുകൾ എന്തെന്ന് തിരിച്ചറിയാനാകാത്ത ഒന്നായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ അറിയുവാൻ പോകുന്ന ബഹിരാകാശത്തിലെ ഏറ്റവും വലിയ ശൂന്യമായ ഒരു ഭാഗത്തെക്കുറിച്ചാണ്. ബൂട്ടിസ് വോയിഡ് എന്ന് വിളിക്കുന്ന ഭീതി ഉയർത്തുന്ന ശൂന്യതയെക്കുറിച്ച് ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റുമാർ പോലും ആശ്ചര്യപ്പെട്ടിരുന്നു. ബഹിരാകാശത്തിൽ എങ്ങനെ ഇങ്ങനെ വലിയൊരു ശൂന്യത രൂപം കൊണ്ടുവന്നു എന്നത് ശാസ്ത്രലോകത്തിന് പോലും നിർവചനങ്ങൾ നൽകുവാനായി സാധിക്കാത്ത ഒന്നാണ്. ബൂട്ടിസ് വോയിഡ് എന്നത് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വോയിഡാണ്. ഒരു വോയിഡ് എന്നത് തികച്ചും ശൂന്യമായ അഥവാ ഗാലക്സികൾ വളരെ കുറവായി മാത്രമുള്ള ബഹിരാകാശത്തിലെ ഒരു പ്രദേശമാണെന്നർത്ഥം.
ഇതാദ്യം കണ്ടുപിടിക്കപ്പെടുന്നത് 1981 അമേരിക്കൻ ആസ്ട്രോണമറായ റോബർട്ട് ക്രിഷർ നയിച്ച ഒരു സംഘം ഗാലക്സികളിലെ റെഡ് ഷിഫ്റ്റിനെ കുറിച്ച് സർവേ നടത്തുന്നതിനിടയിൽ അവർ ബ്യൂട്ടിഷ് നക്ഷത്ര രാശിക്ക് സമീപം വളരെ ശൂന്യമായ ഒരു പ്രദേശം കണ്ടെത്തുകയുണ്ടായി. അവിടെ യാതൊരു തരത്തിലുമുള്ള ഗാലക്സി ക്ലസ്റ്ററുകൾ കണ്ടെത്തുവാനായി അവർക്ക് സാധിച്ചില്ല. അന്ന് അവർ കണ്ടെത്തിയ ബൂട്ടീസ് വോയിഡിൻ്റെ വ്യാസം ഏകദേശം 330 മില്യൺ പ്രകാശവർഷങ്ങളായിരുന്നു. സാധാരണ വോയിഡുകൾക്കൊപ്പം ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ വലിപ്പം അതിരുകൾ കടന്ന ഒന്നായിരുന്നു. ഇത് കണ്ടുപിടിച്ചപ്പോൾ തന്നെ ശാസ്ത്രലോകം ഞെട്ടിയത് ഇതിൻ്റെ വലിപ്പം കൊണ്ടും അതിനുള്ളിലെ ശൂന്യത കൊണ്ടുമായിരുന്നു. 330 മില്യൺ പ്രകാശവർഷങ്ങൾ അഥവാ 33 കോടി പ്രകാശവർഷങ്ങൾ. നമ്മുടെ ആകാശഗംഗയെ പോലുള്ള ആയിരക്കണക്കിന് ഗാലക്സി ക്ലസ്റ്ററുകൾ അതിനുള്ളിൽ പൂർണ്ണമായി ഒളിക്കാവുന്നത്ര വലുപ്പമുള്ള ഒന്നാണ്. പക്ഷേ ഈ ഭാഗത്ത് ആകെ കാണപ്പെടുന്നതാകട്ടെ നാമമാത്രമായ ചില ഗാലക്സികൾ മാത്രം. കണക്കുകൾ പ്രകാരം ഈ വോയിഡിൻ്റെ അത്ര വലുപ്പമുള്ള ഒരു ഭാഗത്ത് 2000-ലധികം ഗാലക്സികൾ കാണപ്പെടേണ്ടതാണ്. പക്ഷെ അവിടെ ആകെ കണ്ടെത്തിയതാകട്ടെ വെറും 60 ഗാലക്സികൾ മാത്രം. അങ്ങനെ പിന്നീട് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളായി ഇത് എങ്ങനെ രൂപപ്പെട്ടു, ഇങ്ങനെ ഒരു വലിയ ശൂന്യത എങ്ങനെ ഉണ്ടാകാമെന്ന് ശാസ്ത്രജ്ഞർ ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. പല സിദ്ധാന്തങ്ങളും മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമതായി ഒരുപക്ഷെ ഗ്രാവിറ്റിയുടെ റിപ്പിൾ എഫക്റ്റ് ആയിരിക്കാം ഇതിന് കാരണമെന്ന് പറയുന്നു. ബഹിരാകാശത്ത് ഗാലക്സികൾ രൂപപ്പെടുന്ന രീതിയിൽ ഗ്രാവിറ്റിക്ക് വലിയൊരു പങ്കുണ്ട്. ചില ഭാഗങ്ങളിൽ കൂടുതൽ ഗാലക്സികൾ പിണഞ്ഞു കൂടിയപ്പോൾ മറ്റ് ഭാഗങ്ങൾ തഴയപ്പെട്ടതാകാം. അതുകൊണ്ടാണ് അവിടെ കുറച്ച് ഗാലക്സികൾ മാത്രം നിലനിൽക്കുന്നത് എന്നൊരു സിദ്ധാന്തം ആവിഷ്കരിക്കപ്പെട്ടു. രണ്ടാമതായി വ്യത്യസ്ത വോയിഡുകൾ ഒരുപക്ഷെ കൂടിച്ചേർന്ന് രൂപപ്പെട്ടതാകാം എന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നു. ചെറിയ വോയിഡുകൾ ബഹിരാകാശത്തിൽ ഒരു രീതിയിൽ ഏതോ ഒരു രീതിയിൽ അവ ഒന്നിച്ചു കൂടിയപ്പോൾ വലിയ ഒരു വോയിഡായി മാറിയതാകാം. അതായത് ഒരു കോസ്മിക് മെർജ് നടന്നത് എന്ന പോലെ. ഇനി എന്തുകൊണ്ടാണ് ഇത് അത്ര ശ്രദ്ധ പിടിച്ച് പറ്റുന്നത്? ബൂട്ടീസ് വോയിഡ് സാധാരണ വോയിഡുകളെക്കാൾ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ശൂന്യമാണ്. ഇത് കാണുമ്പോൾ ചിലർ പറയും ഇത് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച ഭാഗമാണെന്ന്. ചില കോൺസ്പിരസി തിയറികൾ വരെ ഇതിനെ ഏലിയൻ സ്ട്രക്ചറായോ സിമുലേഷൻ തിയറിയുമായോ ബന്ധിപ്പിക്കുവാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശാസ്ത്രം ഇന്നു വരെ നൽകുന്ന ഒരു നിർവചനവുമില്ലാത്ത തെളിയിക്കപ്പെടാത്ത എന്തോ ഒന്നായി ബൂട്ടീസ് വോയിഡ് ഇന്ന് നിലനിന്നു പോകുന്നു. പക്ഷേ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന യഥാർത്ഥ പ്രശ്നം ബൂട്ടീസ് വോയിഡ് പോലുള്ള വലിയ ശൂന്യമായിട്ടുള്ള പ്രദേശങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം വലിയ വെല്ലുവിളിയാണ്. ബിഗ് ബാങ് തിയറി, കോസ്മിക് ഇൻഫ്ലേഷൻ, ഗാലക്സി ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ എല്ലാം നമ്മൾ വീണ്ടും ഒന്നുകൂടി പരിശോധിക്കേണ്ടതായി വരും. അത് ചിലപ്പോൾ തെളിയിക്കപ്പെടുന്നത് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ അനീസോട്രോഫി അതായത് ഡയറക്ഷൻ ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകാം എന്നതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ബൂട്ടീസ് വോയിഡ് എന്നത് ഒരു ശാസ്ത്രീയ അത്ഭുതം മാത്രമല്ല, ശാസ്ത്രത്തിൻ്റെ പരിധികളെ പരീക്ഷിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. അത് നമ്മളെ ഓർപ്പിക്കുന്നു നമ്മൾ തിരിച്ചറിഞ്ഞതല്ല നമ്മുടെ പ്രപഞ്ചം, അതിൽ കൂടുതൽ അവ്യക്തമായ മറ്റെന്തോ ആണ് എന്നുള്ളത്. അങ്ങനെ ചോദിക്കപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് ഏകദേശം 14 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് സംഭവിക്കപ്പെട്ടുവെങ്കിൽ എല്ലാം ഒരുപോലെ തന്നെ രൂപം കൊണ്ടുവരേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് ബൂട്ടീസ് വോയിഡ് പോലുള്ള ഒരു ശൂന്യത അവിടെ രൂപം കൊണ്ടുവന്നു? നമ്മുടെ നിലവിലെ കണക്ക് കൂട്ടലുകൾ പ്രകാരം ഇത്ര വലിയൊരു ശൂന്യത ഒരിക്കലും സംഭവിക്കുവാൻ പാടില്ലാത്തതാണ്. അത് ബിഗ് ബാങ് എന്ന സിദ്ധാന്തത്തിൻ്റെ തന്നെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വലുതുമാണ്. പിന്നീട് ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങളിലൊന്ന് ഒരു പക്ഷേ ഈ ഒരു പ്രദേശം ഇങ്ങനെ ശൂന്യമായി മാറുവാനുള്ള കാരണം ഡാർക്ക് മാറ്ററോ ഡാർക്ക് എനർജിയോ ഏതോ ഒരു രീതിയിൽ അവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിരിക്കാമെന്ന് ശാസ്ത്രലോകത്ത് ചിലർ കരുതപ്പെടുന്നു. പക്ഷെ അതിനും യാതൊരു തരത്തിലുമുള്ള തെളിവുകൾ നമുക്ക് മുൻപിൽ നിരത്തുവാനായില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിൽ തന്നെ ഏറ്റവും രസകരമായ ചോദ്യങ്ങളിലൊന്ന് ഒരു പക്ഷേ ഇത് സിമുലേഷൻ ഓഫ് യൂണിവേഴ്സിൻ്റെ തെളിവാണോ? നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഗെയിം റൺ ചെയ്യുന്ന സമയം ഇച്ചിരി ഗ്രാഫിക്സോ
അല്ലെങ്കിൽ സി പി യുവിന് പെർഫോമൻസോ ഉള്ളൊരു മെഷീനാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ റെൻഡറിങ്ങിന് പ്രശ്നമുണ്ടാക്കും. അതുപോലെ പബ്ജി പോലുള്ള ഗെയിം കളിക്കുന്നവർ അത് കളിക്കുന്ന സമയം വളരെ നെറ്റ്വർക്ക് മോശമാകുന്ന സമയത്തും നമുക്ക് റെൻഡറിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളതായിട്ട് അനുഭവപ്പെടും. നമ്മുടെ പ്രപഞ്ചം ഇതുപോലെ ഒരു സിമുലേഷനാണോ? അങ്ങനെ ഒരു സിമുലേഷൻ രൂപം കൊണ്ടുവന്നപ്പോൾ ഒരു എറർ വന്നതാണോ? ആ ഒരു എററാണോ ഈ ഒരു രീതിയിൽ വോയിഡായിട്ട് കാണപ്പെടുന്നത്? അങ്ങനെ അതിൽ നിന്നും സിമുലേഷൻ തിയറി പോലുള്ള ചില ഹൈപ്പോത്തസിസുകൾ രൂപം കൊണ്ടുവരികയും ചെയ്യുന്നു. ബൂട്ടിസ് വോയിഡ് ഒരു പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഒരു ശൂന്യതയാണ്. പക്ഷെ ആ ശൂന്യത നമുക്ക് മുന്നിലേക്ക് ഇട്ട് തരുന്ന ചോദ്യങ്ങൾ അനേകമാണ്. നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ ശൂന്യമായി മാറുന്ന അത്രയും വലിയ രീതിയിൽ തന്നെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് എഴുതി അറിയിക്കണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ നേരുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബിഗ് ബാങ്ങിനെ തുടർന്ന് പ്രപഞ്ചത്തിൽ വിവിധ തരത്തിലുള്ള പദാർത്ഥങ്ങൾ രൂപപ്പെട്ടു വന്നു. അതിൽ നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ളത് പ്രോട്ടോൺ, ഇലക്ട്രോൺ എല്ലാം ചേർന്ന ആറ്റംസിനാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ്. നമുക്ക് ചുറ്റും കാണുന്ന ഈ പദാർത്ഥങ്ങളെയാണ് നാം ബാരിയോണിക് മാറ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇവ മാത്രമല്ല പ്രപഞ്ചത്തിൽ പദാർത്ഥങ്ങളായിട്ടുള്ളത്. ഇവ കൂടാതെ ഡാർക്ക് മാറ്റർ, എക്സോട്ടിക് മാറ്റർ, ആൻറ്റി മാറ്റർ എന്നിങ്ങനെ മറ്റ് പദാർത്ഥങ്ങളും കാണപ്പെടുന്നു. ഇതിൽ ഡാർക്ക് മാറ്റർ എന്താണെന്നുള്ളത് വളരെ വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. ഡാർക്ക് മാറ്ററിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും അവയെ കണ്ടെത്തുവാനായി നമുക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ വെറും 1 ഗ്രാമിന് ഏകദേശം 25 ബില്യൺ US$ വില മതിക്കുന്ന ആൻറ്റി മാറ്ററിന്റെ കാര്യം അങ്ങനെയല്ല. നമ്മൾ ഭൂമിയിൽ വിവിധ ആവശ്യങ്ങൾക്കായി ആൻറ്റി മാറ്റർ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആരോഗ്യ മേഖലയിൽ വളരെ സാധാരണ ഉപയോഗിക്കുന്ന പെറ്റ് സ്കാൻ അഥവാ പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി മെഷീനിൽ റേഡിയോ ഐസോട്ടോപ്പായ ഫ്ലൂറിൻ 8ന്റെ സഹായത്തോടു കൂടി ആൻറ്റി മാറ്റർ കണങ്ങൾ പുറത്തുവിടുന്നത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ശാസ്ത്രലോകം വളരെ പ്രാധാന്യം നൽകി പഠന വിഷയമാക്കുന്ന ഒന്നാണ് ആൻറ്റി മാറ്റർ. അതിന് കാരണം ആൻറ്റി മാറ്ററിനെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒറിജിനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉത്തരം ലഭിക്കാത്ത അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്നതും മാത്രവുമല്ല, ഇന്ന് സയൻസ് ഫിക്ഷനായിട്ട് നിലനിൽക്കുന്ന പ്രകാശത്തിനേക്കാളും വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന വാർപ്പ് ഡ്രൈവുകൾ നാളെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ആൻറ്റി മാറ്റർ അനിലേഷൻ റിയാക്ഷൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ഒരു വാർപ്പ് ഡ്രൈവിന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ആൻറ്റി മാറ്ററാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ E=mc² ഇക്വേഷൻ അനുസരിച്ച് 100% മാറ്ററും നമുക്ക് എനർജിയാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നത് മാറ്ററും ആൻറ്റി മാറ്ററും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നടക്കുന്ന ആൻറ്റി മാറ്റർ അനിലേഷൻ റിയാക്ഷനോട് വഴി മാത്രമാണ്. വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. 2ാം ലോകമഹായുദ്ധകാലത്ത് ഹിരോഷിമയിൽ വന്ന് പതിച്ച ന്യൂക്ലിയർ ബോംബായി ലിറ്റിൽ ബോയിൽ അന്ന് ഉപയോഗിച്ചത് 64 കിലോഗ്രാമോളം യുറാനിയം 235 ആയിരുന്നു. അതിൽ വെറും 1 കിലോഗ്രാം മാത്രമാണ് ഫിഷൻ റിയാക്ഷനിൽ ഏർപ്പെട്ടതും ഈ 1 കിലോഗ്രാമാണ് ആ കണ്ട സ്ഫോടനം അവിടെ നടത്തിയതും. എന്നാൽ നമ്മൾ ഈ യുറാനിയം 235 പകരം അന്ന് അവിടെ ഒരു ആൻറ്റി മാറ്ററായിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ 64 കിലോഗ്രാമിന് പകരം നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ട വരിക ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ E=mc² ഇക്വേഷൻ അനുസരിച്ച് 100% മാസും എനർജിയാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നത് മാറ്റർ ആൻറ്റി മാറ്റർ അനിലേഷൻ റിയാക്ഷൻ വഴിയാണ്. അതിനെ തുടർന്ന് വെറും 0.35 ഗ്രാം ആൻറ്റി മാറ്റർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഹിരോഷിമയിൽ അന്ന് ലിറ്റിൽ ബോയ് ഉണ്ടാക്കിയ അതേ പ്രഹരം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു.
അതുകൊണ്ട് തന്നെ ആൻറ്റി മാറ്ററിനെ കുറിച്ചുള്ള പഠനങ്ങളുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ റേഡിയോ ആക്ടിവിറ്റിനെ കുറിച്ചും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ കുറിച്ചുമെല്ലാം നമ്മൾ പഠനം നടത്തുന്നുണ്ട്. ഒരു റേഡിയോ ആക്റ്റീവ് വസ്തുവിന് റേഡിയോ ആക്റ്റീവ് ഡീകേ സംഭവിക്കുന്ന സമയം പ്രധാനമായും 4 തരത്തിലുള്ള പാർട്ടിക്കിളുകളാണ് പുറത്തു വരുന്നത്: ആൽഫ, ബീറ്റ, ഗാമ, കൂടാതെ ന്യൂട്രോൺ എമിഷനും. അതിൽ ആൽഫ പാർട്ടിക്കിൾ എന്നത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ചേരുന്നതാണ്, അല്ലെങ്കിൽ അതിന് ഒരു ഹീലിയം ന്യൂക്ലിയസ് എന്ന് നമുക്ക് പറയാം. ബീറ്റ റേഡിയേഷൻ എന്നത് ഹൈ എനർജിയിലും ഹൈ സ്പീഡിലുമുള്ള ഒന്നല്ലെങ്കിൽ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു പോസിട്രോൺ എമിഷൻ ആയിരിക്കും. ഇവിടെ ഇലക്ട്രോൺ ആണ് പുറത്തു വരുന്നതെങ്കിൽ നമ്മൾ അതിന് ബീറ്റ മൈനസ് എന്നും, പോസിട്രോൺ ആണ് പുറത്തു വരുന്നതെങ്കിൽ ബീറ്റ പ്ലസ് എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി ഗാമ റേഡിയേഷൻ ആണ് പുറത്തു വരുന്നതെങ്കിൽ അത് വളരെ ഹൈ എനർജിക്കുള്ള എക്സ്റേസിന് സമാനമായ ഇലക്ട്രോ മാഗ്നറ്റിക്കൽ വേവുകളായിരിക്കും. അവസാനമായിട്ടുള്ളത് ന്യൂട്രോൺ എമിഷൻ ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പുറത്തു വരുന്നത് ഫ്രീ ന്യൂട്രോണുകളായിരിക്കും. അപ്പോൾ ഞാനിവിടെ ബീറ്റ എമിഷൻ നടക്കുന്ന സമയം പുറത്തു വരുന്ന കണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇലക്ട്രോൺ എന്നും ബീറ്റ പ്ലസ് ആയ പോസിട്രോൺ എന്നും പറഞ്ഞിരുന്നു. ഈ പോസിട്രോൺ എന്നത് യഥാർത്ഥത്തിൽ ഇലക്ട്രോണിന്റെ ആന്റി മാറ്ററാണ്. നമുക്ക് ചുറ്റുമുള്ള ചില പദാർത്ഥങ്ങൾ റേഡിയോ ആക്റ്റീവ് ഡീകേ നടക്കുന്ന സമയം പുറത്തുവിടുന്നത് ആന്റി മാറ്റർ ആയിട്ടുള്ള ഈ പോസിട്രോൺ ആണ്. അതിന് ചില ഉദാഹരണങ്ങളാണ് കാർബൺ 11, ഫ്ലൂറിൻ 18, റുബീഡിയം 82 മുതലായവ. ഇതിലും രസകരമായ ഒരു കാര്യം എന്തെന്നാൽ സാധാരണ ഒരു മനുഷ്യ ശരീരത്തിൽ 140 ഗ്രാമോളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം 17 മില്ലിഗ്രാം പൊട്ടാസ്യത്തിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പായ പൊട്ടാസ്യം 14 ആണ്. ഇതിൽ നടക്കുന്ന റേഡിയോ ആക്റ്റീവ് ഡീക്കേനെ തുടർന്ന് മനുഷ്യ ശരീരത്തിൽ നിന്നും പോസിട്രോണും അതുപോലെ തന്നെ ആന്റി ന്യൂട്രിനോയും പുറത്തു വരുന്നുണ്ട്. ഒരിക്കൽ ശരീരം എമിറ്റ് ചെയ്യുന്ന ഈ പോസിട്രോൺ വളരെ ഏതാനും കുറച്ച് മില്ലിമീറ്ററുകൾ മാത്രം സഞ്ചരിക്കുമ്പോൾ തന്നെ ഇലക്ട്രോണുമായി കണ്ടുമുട്ടുകയും അനിലേഷൻ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായി 511 kV എനർജിയുള്ള 2 ഗാമ റേസ് പുറപ്പെടുവിപ്പിക്കുകയും ചെയ്യും. അതായത് ചുരുക്കത്തിൽ ഓരോ സെക്കൻഡിലും മനുഷ്യ ശരീരം 40 പോസിട്രോണുകൾ പുറത്തുവിടുന്നുണ്ടെന്ന് ചുരുക്കം. ഇവ പുറത്തു വന്ന് പെട്ടെന്ന് നശിച്ചു പോകുന്നതിനാൽ തന്നെ ശരീരത്തിന് ഇവ യാതൊരു അപകടവും വരുത്തുന്നില്ല. നമ്മുടെ ശാസ്ത്രലോകം ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും എല്ലാം കണ്ടെത്തിയത് ഒരു എക്സ്പീരിമെന്റുകൾ നടത്തിയതിന്റെ ഫലമായാണ്. എന്നാൽ ആന്റിമാറ്ററിലേക്ക് നമ്മൾ ചെന്നെത്തിയത് പോൾ ഡിറാക് എന്ന ശാസ്ത്രജ്ഞൻ തിയററ്റിക്കലിയാണ് പറഞ്ഞത് ഇലക്ട്രോണിന് ആന്റി മാറ്റർ ആയിട്ടുള്ള പോസിട്രോൺ എന്ന് പറയുന്ന ഒരു കണം ഒരു പക്ഷെ കാണാമെന്നുള്ളത്. പോൾ ഡിറാക് ഇതിലേക്ക് എത്തിച്ചേരുന്നത് വളരെ രസകരമാണ്. 1928 സബാറ്റോമിക് പാർട്ടിക്കിളായ ഇലക്ട്രോൺ പോലുള്ളവയുടെ ബിഹേവിയറൽ ഡെസ്ക്രൈബ് ചെയ്യാനായി ക്വാണ്ടം മെക്കാനിക്സും സ്പെഷ്യൽ റിലേറ്റിവിറ്റിയും കമ്പൈൻ ചെയ്ത് ഇലക്ട്രോൺ റിലേറ്റിവിസ്റ്റിക് വേവ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇദ്ദേഹം ഡെറൈവ് ചെയ്യുന്നുണ്ട്. ഈ ഇക്വേഷൻ അറിയപ്പെടുന്ന പേരാണ് ഡിറാക് ഇക്വേഷൻ. അങ്ങനെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക്കൽ മൊമെന്റും സ്പിന്നും പോളും വിജയകരമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഈ തിയറിയുടെ പ്രത്യേകതയായിരുന്നു നെഗറ്റീവ് എനർജി ഉള്ളവയെ കൂടി കണക്കിലെടുക്കുക എന്നത്. ഉദാഹരണത്തിന് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. S² - 4 = 0 ആണെങ്കിൽ S² എന്ന് പറയുന്നത് 4 ആണ്. S² 4 ആണെങ്കിൽ എക്സിന് 2 വാല്യൂകൾ വരും. -2 വരാം, +2 വരാം. പെട്ടെന്ന് നോക്കുമ്പോൾ ഫിസിക്കലി നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് യാതൊരു സെൻസും ഇല്ല എങ്കിലും പോൾ ഡിറാക് ഹോൾ തിയറി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹോളുകൾ ഇലക്ട്രോണുകൾക്ക് തുല്യ മാസുള്ള എന്നാൽ ഓപ്പോസിറ്റ് ചാർജുള്ള പാർട്ടിക്കിളുകളായിരിക്കാമെന്നും ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത ഹോളുകളെ അദ്ദേഹം പോസിട്രോൺ എന്നും അല്ലെങ്കിൽ ആന്റിമാറ്റർ കണങ്ങളെന്നും വിശേഷിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സയന്റിസ്റ്റായ കാൾ ഡേവിഡ് ആൻഡേഴ്സൺ ക്ലൗഡ് ചേംബർ എക്സ്പെരിമെന്റ് നടത്തുന്ന സമയം ഒരു സ്ട്രോങ് മാഗ്നറ്റിന്റെ 2 പോളുകൾക്കിടയിൽ പ്ലേസ് ചെയ്ത ക്ലൗഡ് ചേംബറിലെ പാർട്ടിക്കിൾ ഒബ്സർവ് ചെയ്ത സമയം ഇലക്ട്രോണിന്റെ അതേ കർവേച്ചർ ഉള്ള ഒരു പാർട്ടിക്കിൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നതായി ഇദ്ദേഹം കണ്ടെത്തി. അതിനെ തുടർന്ന് അതിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്നും എന്നാൽ മാസ് ഇലക്ട്രോണിന്റെ തുല്യമാണെന്നും അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. പോൾ ഡിറാക്കിന്റെ പോസിട്രോണിന്റെ തിയറിറ്റിക്കൽ പ്രെഡിക്ഷൻ നിലനിൽക്കുന്നതിന് തന്നെ ഇതിനെ അദ്ദേഹം പോസിട്രോൺ എന്ന് വിളിക്കുകയും ചെയ്തു. ഈ ഒരു കണ്ടുപിടുത്തത്തിന് 1936 ഫിസിക്സിലെ നോബൽ പ്രൈസ് കാൾ ആൻഡേഴ്സണും 1933 ഫിസിക്സിലെ നോബൽ പ്രൈസ് തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻ നടത്തിയ പോൾ ഡിറാക്കിന് ലഭിക്കുകയുണ്ടായി. ഇനി എന്താണ് ആന്റിമാറ്റർ? നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ആറ്റങ്ങൾ കൊണ്ടാണ്. ഇനി ആറ്റങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതാകട്ടെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രിൻ എന്നീ 3 കണങ്ങൾ കൊണ്ട്. ഈ 3 കണങ്ങൾക്കും നേരെ വിപരീതമായ 3 കണങ്ങൾ കൂടിയുണ്ട്. ഇലക്ട്രോണിന് പോസിറ്റീവ് ചാർജുള്ള പോസിട്രോണും അതുപോലെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിന് നേരെ വിപരീതമായ നെഗറ്റീവ് ചാർജുള്ള ആന്റി പ്രോട്ടോണും കൂടാതെ ന്യൂട്രോണിന് നേരെ വിപരീതമായ ചാർജ് ഒന്നുമില്ലാത്ത ആന്റി ന്യൂട്രോണും. അപ്പോൾ ഇവ ഉപയോഗിച്ചുകൊണ്ട്
നമ്മുടെ സാധാ ആറ്റംസ് ഉപയോഗിച്ചുകൊണ്ട് പദാർത്ഥങ്ങൾ നിർമ്മിക്കുവാൻ സാധിക്കുന്നത് പോലെ തന്നെ ഈ ആൻറ്റി മാറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആൻറ്റി മാറ്റർ പദാർത്ഥങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുമെന്ന് പറയാം. ഇവിടെ ഒരു പദാർത്ഥവും അതിന് തതുല്യമായ ആൻറ്റി മാറ്റർ പദാർത്ഥവും തമ്മിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ അവ തമ്മിൽ നശിച്ചു പോവുകയും ഈസിക്കൽ ടു MC² എന്ന ഇക്വേഷൻ അനുസരിച്ചുകൊണ്ട് ഊർജം പുറത്തുവിടുകയും ചെയ്യും. നമുക്ക് ചുറ്റുമുള്ള ഏതൊരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാസ് മുഴുവൻ പൂർണ്ണമായും എനർജിയായി കൺവേർട്ട് ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ ഒരു അനിലിയേഷൻ നടക്കുന്ന സമയം 100% മാസം നമുക്ക് എനർജിയായി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് വാർപ്പ് ഡ്രൈവുകളിൽ ആൻറ്റി മാറ്റർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ കൂടുതൽ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബഹിരാകാശം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായി തന്നെ മനസ്സിലേക്ക് വരുന്നത് നക്ഷത്രങ്ങളും ആകാശഗംഗകളും നെബുലാർ ക്ലൗഡുകളും ഭൂമി പോലുള്ള വലിയ ഗോളങ്ങളും എല്ലാം നിറഞ്ഞ അതിർവരമ്പുകൾ എന്തെന്ന് തിരിച്ചറിയാനാകാത്ത ഒന്നായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ അറിയുവാൻ പോകുന്ന ബഹിരാകാശത്തിലെ ഏറ്റവും വലിയ ശൂന്യമായ ഒരു ഭാഗത്തെക്കുറിച്ചാണ്. ബൂട്ടിസ് വോയിഡ് എന്ന് വിളിക്കുന്ന ഭീതി ഉയർത്തുന്ന ശൂന്യതയെക്കുറിച്ച് ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റുമാർ പോലും ആശ്ചര്യപ്പെട്ടിരുന്നു. ബഹിരാകാശത്തിൽ എങ്ങനെ ഇങ്ങനെ വലിയൊരു ശൂന്യത രൂപം കൊണ്ടുവന്നു എന്നത് ശാസ്ത്രലോകത്തിന് പോലും നിർവചനങ്ങൾ നൽകുവാനായി സാധിക്കാത്ത ഒന്നാണ്. ബൂട്ടിസ് വോയിഡ് എന്നത് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വോയിഡാണ്. ഒരു വോയിഡ് എന്നത് തികച്ചും ശൂന്യമായ അഥവാ ഗാലക്സികൾ വളരെ കുറവായി മാത്രമുള്ള ബഹിരാകാശത്തിലെ ഒരു പ്രദേശമാണെന്നർത്ഥം. ഇതാദ്യം കണ്ടുപിടിക്കപ്പെടുന്നത് 1981 അമേരിക്കൻ ആസ്ട്രോണമറായ റോബർട്ട് ക്രിഷർ നയിച്ച ഒരു സംഘം ഗാലക്സികളിലെ റെഡ് ഷിഫ്റ്റിനെ കുറിച്ച് സർവേ നടത്തുന്നതിനിടയിൽ അവർ ബ്യൂട്ടിഷ് നക്ഷത്ര രാശിക്ക് സമീപം വളരെ ശൂന്യമായ ഒരു പ്രദേശം കണ്ടെത്തുകയുണ്ടായി. അവിടെ യാതൊരു തരത്തിലുമുള്ള ഗാലക്സി ക്ലസ്റ്ററുകൾ കണ്ടെത്തുവാനായി അവർക്ക് സാധിച്ചില്ല. അന്ന് അവർ കണ്ടെത്തിയ ബൂട്ടിസ് വോയിഡിൻ്റെ വ്യാസം ഏകദേശം 330 മില്യൺ പ്രകാശവർഷങ്ങളായിരുന്നു. സാധാരണ വോയിഡുകൾക്കൊപ്പം ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ വലിപ്പം അതിരുകൾ കടന്ന ഒന്നായിരുന്നു. ഇത് കണ്ടുപിടിച്ചപ്പോൾ തന്നെ ശാസ്ത്രലോകം ഞെട്ടിയത് ഇതിൻ്റെ വലിപ്പം കൊണ്ടും അതിനുള്ളിലെ ശൂന്യത കൊണ്ടുമായിരുന്നു. 330 മില്യൺ പ്രകാശവർഷങ്ങൾ അഥവാ 33 കോടി പ്രകാശവർഷങ്ങൾ. നമ്മുടെ ആകാശഗംഗയെ പോലുള്ള ആയിരക്കണക്കിന് ഗാലക്സി ക്ലസ്റ്ററുകൾ അതിനുള്ളിൽ പൂർണ്ണമായി ഒളിക്കാവുന്നത്ര വലുപ്പമുള്ള ഒന്നാണ്. പക്ഷേ ഈ ഭാഗത്ത് ആകെ കാണപ്പെടുന്നതാകട്ടെ നാമമാത്രമായ ചില ഗാലക്സികൾ മാത്രം. കണക്കുകൾ പ്രകാരം ഈ വോയിഡിൻ്റെ അത്ര വലുപ്പമുള്ള ഒരു ഭാഗത്ത് 2000-ലധികം ഗാലക്സികൾ കാണപ്പെടേണ്ടതാണ്. പക്ഷെ അവിടെ ആകെ കണ്ടെത്തിയതാകട്ടെ വെറും 60 ഗാലക്സികൾ മാത്രം. അങ്ങനെ പിന്നീട് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളായി ഇത് എങ്ങനെ രൂപപ്പെട്ടു, ഇങ്ങനെ ഒരു വലിയ ശൂന്യത എങ്ങനെ ഉണ്ടാകാമെന്ന് ശാസ്ത്രജ്ഞർ ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. പല സിദ്ധാന്തങ്ങളും മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമതായി ഒരുപക്ഷെ ഗ്രാവിറ്റിയുടെ റിപ്പിൾ എഫക്റ്റ് ആയിരിക്കാം ഇതിന് കാരണമെന്ന് പറയുന്നു. ബഹിരാകാശത്ത് ഗാലക്സികൾ രൂപപ്പെടുന്ന രീതിയിൽ ഗ്രാവിറ്റിക്ക് വലിയൊരു പങ്കുണ്ട്. ചില ഭാഗങ്ങളിൽ കൂടുതൽ ഗാലക്സികൾ പിണഞ്ഞു കൂടിയപ്പോൾ മറ്റ് ഭാഗങ്ങൾ തഴയപ്പെട്ടതാകാം. അതുകൊണ്ടാണ് അവിടെ കുറച്ച് ഗാലക്സികൾ മാത്രം നിലനിൽക്കുന്നത് എന്നൊരു സിദ്ധാന്തം ആവിഷ്കരിക്കപ്പെട്ടു. രണ്ടാമതായി വ്യത്യസ്ത വോയിഡുകൾ ഒരുപക്ഷെ കൂടിച്ചേർന്ന് രൂപപ്പെട്ടതാകാം എന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നു. ചെറിയ വോയിഡുകൾ ബഹിരാകാശത്തിൽ ഒരു രീതിയിൽ ഏതോ ഒരു രീതിയിൽ അവ ഒന്നിച്ചു കൂടിയപ്പോൾ വലിയ ഒരു വോയിഡായി മാറിയതാകാം. അതായത് ഒരു കോസ്മിക് മെർജ് നടന്നത് എന്ന പോലെ. ഇനി എന്തുകൊണ്ടാണ് ഇത് അത്ര ശ്രദ്ധ പിടിച്ച് പറ്റുന്നത്? ബൂട്ടിസ് വോയിഡ് സാധാരണ വോയിഡുകളെക്കാൾ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ശൂന്യമാണ്. ഇത് കാണുമ്പോൾ ചിലർ പറയും ഇത് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച ഭാഗമാണെന്ന്. ചില കോൺസ്പിരസി തിയറികൾ വരെ ഇതിനെ ഏലിയൻ സ്ട്രക്ചറായോ സിമുലേഷൻ തിയറിയുമായോ ബന്ധിപ്പിക്കുവാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശാസ്ത്രം ഇന്നു വരെ നൽകുന്ന ഒരു നിർവചനവുമില്ലാത്ത തെളിയിക്കപ്പെടാത്ത എന്തോ ഒന്നായി ബൂട്ടിസ് വോയിഡ് ഇന്ന് നിലനിന്ന് പോകുന്നു. പക്ഷേ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന യഥാർത്ഥ പ്രശ്നം ബൂട്ടിസ് വോയിഡ് പോലുള്ള വലിയ ശൂന്യമായിട്ടുള്ള പ്രദേശങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം വലിയ വെല്ലുവിളിയാണ്. ബിഗ് ബാങ് തിയറി, കോസ്മിക് ഇൻഫ്ലേഷൻ,
ഗാലക്സി ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ എല്ലാം നമ്മൾ വീണ്ടും ഒന്നുകൂടി പരിശോധിക്കേണ്ടതായി വരും. അത് ചിലപ്പോൾ തെളിയിക്കപ്പെടുന്നത് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ അനീസോട്രോഫി, അതായത് ഡയറക്ഷൻ ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകാം എന്നതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ബൂട്ടിസ് വോയിഡ് എന്നത് ഒരു ശാസ്ത്രീയ അത്ഭുതം മാത്രമല്ല, ശാസ്ത്രത്തിൻ്റെ പരിധികളെ പരീക്ഷിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. അത് നമ്മളെ ഓർപ്പിക്കുന്നു, നമ്മൾ തിരിച്ചറിഞ്ഞതല്ല നമ്മുടെ പ്രപഞ്ചം, അതിൽ കൂടുതൽ അവ്യക്തമായ മറ്റെന്തോ ആണ് എന്നുള്ളത്. അങ്ങനെ ചോദിക്കപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്, ഏകദേശം 14 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് സംഭവിക്കപ്പെട്ടുവെങ്കിൽ എല്ലാം ഒരുപോലെ തന്നെ രൂപം കൊണ്ടുവരേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് ബൂട്ടിസ് വോയിഡ് പോലുള്ള ഒരു ശൂന്യത അവിടെ രൂപം കൊണ്ടുവന്നു? നമ്മുടെ നിലവിലെ കണക്ക് കൂട്ടലുകൾ പ്രകാരം ഇത്ര വലിയൊരു ശൂന്യത ഒരിക്കലും സംഭവിക്കുവാൻ പാടില്ലാത്തതാണ്. അത് ബിഗ് ബാങ് എന്ന സിദ്ധാന്തത്തിൻ്റെ തന്നെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വലുതുമാണ്. പിന്നീട് ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങളിലൊന്ന്, ഒരു പക്ഷേ ഈ ഒരു പ്രദേശം ഇങ്ങനെ ശൂന്യമായി മാറുവാനുള്ള കാരണം ഡാർക്ക് മാറ്ററോ ഡാർക്ക് എനർജിയോ ഏതോ ഒരു രീതിയിൽ അവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിരിക്കാമെന്ന് ശാസ്ത്രലോകത്ത് ചിലർ കരുതപ്പെടുന്നു. പക്ഷെ അതിനും യാതൊരു തരത്തിലുമുള്ള തെളിവുകൾ നമുക്ക് മുൻപിൽ നിരത്തുവാനായില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിൽ തന്നെ ഏറ്റവും രസകരമായ ചോദ്യങ്ങളിലൊന്ന്, ഒരു പക്ഷേ ഇത് സിമുലേഷൻ ഓഫ് യൂണിവേഴ്സിൻ്റെ തെളിവാണോ? നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഗെയിം റൺ ചെയ്യുന്ന സമയം ഇച്ചിരി ഗ്രാഫിക്സോ അല്ലെങ്കിൽ CPU പെർഫോമൻസോ ഉള്ളൊരു മെഷീനാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ റെൻഡറിങ്ങിന് പ്രശ്നമുണ്ടാക്കും. അതുപോലെ PUBG പോലുള്ള ഗെയിം കളിക്കുന്നവർ അത് കളിക്കുന്ന സമയം വളരെ നെറ്റ്വർക്ക് മോശമാകുന്ന സമയത്തും നമുക്ക് റെൻഡറിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളതായിട്ട് അനുഭവപ്പെടും. നമ്മുടെ പ്രപഞ്ചം ഇതുപോലെ ഒരു സിമുലേഷനാണോ? അങ്ങനെ ഒരു സിമുലേഷൻ രൂപം കൊണ്ടുവന്നപ്പോൾ ഒരു എറർ വന്നതാണോ? ആ ഒരു എററാണോ ഈ ഒരു രീതിയിൽ വോയിഡായിട്ട് കാണപ്പെടുന്നത്? അങ്ങനെ അതിൽ നിന്നും സിമുലേഷൻ തിയറി പോലുള്ള ചില ഹൈപ്പോത്തസിസുകൾ രൂപം കൊണ്ടുവരികയും ചെയ്യുന്നു. ബൂട്ടിസ് വോയിഡ് ഒരു പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഒരു ശൂന്യതയാണ്. പക്ഷെ ആ ശൂന്യത നമുക്ക് മുന്നിലേക്ക് ഇട്ട് തരുന്ന ചോദ്യങ്ങൾ അനേകമാണ്. നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ ശൂന്യമായി മാറുന്ന അത്രയും വലിയ രീതിയിൽ തന്നെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് എഴുതി അറിയിക്കണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ നേരുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.